എല്ലാവർക്കും എജെ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ PLC, HMI, VFD ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡെൽറ്റ PLCയിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്താണ് കോണ്ടാക്ട് ടൈപ്പ് ടൈമർ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കുന്നത്. അതായത് നോർമൽ ടൈമറും റിട്ടേണിംഗ് ടൈമറൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈമറും അതുപോലെ റിട്ടേണിംഗ് ടൈമറൊക്കെ നിങ്ങൾ ഓൾറെഡി അതിന്റെ വീഡിയോസ് വാച്ച് ചെയ്ത് പഠിക്കുക, എങ്കിൽ മാത്രമേ നമ്മൾ ഇന്ന് നോക്കുന്ന ആ ഒരു ടോപ്പിക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുന്നത് എന്താണ് കോണ്ടാക്ട് ടൈപ്പ് ടൈമർ എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ PLC ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഓരോ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ നോക്കി പഠിച്ചെങ്കിൽ മാത്രമേ ഫൈനലി നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ലാഡർ ലോജിക്കിൽ നമ്മൾ ലോജിക്കിനനുസരിച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഏതാണെന്നും നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ചിട്ട് ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഓരോ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ നോക്കുന്നത് കോണ്ടാക്ട് ടൈപ്പ് ടൈമറിനെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും PLC മൊഡ്യൂളും അതുപോലെ പുഷ് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമ്പിൾ ആയിട്ട് നമ്മളൊരു ടൈമറിനെ ഓൺ ചെയ്യുന്ന ശേഷം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഒരു പുഷ് ബട്ടൺ, ആ ഗ്രീൻ ബട്ടൺ ഞാനൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടൈമർ പ്രോഗ്രാം ചെയ്യാം. അതുപോലെ നമുക്ക് ആ സമയത്ത് ഔട്ട്പുട്ട്, ആ ഗ്രീൻ ലൈറ്റ് നമുക്ക് Y0 എന്ന് പറഞ്ഞ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന ഗ്രീൻ ലൈറ്റിലേക്കാണ്. അപ്പൊ അത് ഓൺ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് നോർമൽ ടൈമർ എങ്ങനെയാണെന്ന് ആദ്യം നമുക്കൊന്ന് വീഡിയോ ചെയ്യാം. അപ്പൊ നമുക്ക് സോഫ്റ്റ്വെയർ ഒന്ന് ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയാലോ? അതിനായിട്ട് നമ്മൾ WPL സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ ഫയലിൽ ന്യൂ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇന്ന് നോക്കുന്നത് കോണ്ടാക്ട് ടൈപ്പ് ടൈമർ ആണ്. അപ്പൊ നമുക്ക് കോണ്ടാക്ട് ടൈപ്പ് ടൈമർ എന്ന് ടൈപ്പ് ചെയ്യാം. അതുപോലെ PLCയിൽ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ PLC ആണോ VFD ആണോ. അപ്പൊ നമ്മൾ PLC ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ എന്റെ മോഡൽ SA2 ആണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ മോഡൽസ് ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളിവിടെ സെലക്ട് ചെയ്യാൻ. അതുപോലെ PLC നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ പോലും നമുക്ക് സിമുലേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് അതുപോലെ പ്രോഗ്രാം ചെയ്ത് റൺ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം സിമുലേറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ PLC പ്രോഗ്രാം ചെയ്ത് നോക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ കൊടുക്കാം. അപ്പൊ നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് നോർമൽ ഒരു ടൈമർ പ്രോഗ്രാം ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പുഷ് ബട്ടൺസ് ഉപയോഗിക്കുന്നുണ്ട്, ആ ഗ്രീൻ ബട്ടൺ. ഓക്കെ, അതിനായിട്ട് ഞാൻ LDX0. ഓക്കെ, ഞാൻ ഓൾറെഡി X0യിലേക്ക് വയറിംഗ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു നോർമൽ ടൈമർ കണക്ട് ചെയ്യാം. അതിനായിട്ട് TMR, അതുപോലെ ആദ്യത്തെ ടൈമർ T0, അതുപോലെ കോൺസ്റ്റന്റ് ഞാനൊരു 50 സെക്കൻഡ് വെച്ചിട്ടുണ്ട്, 5 സെക്കൻഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പൊ നമ്മുടെ ടൈമർ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ടൈമറിന്റെ ഒരു എണ്ണോ കോണ്ടാക്ട് നമുക്ക് എടുക്കാം. അതിനായിട്ട് LDT0 ആദ്യത്തെ ടൈമർ ആയതുകൊണ്ട് ആ ടൈമറിന്റെ എണ്ണോ കോണ്ടാക്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ ഗ്രീൻ ലൈറ്റിലേക്ക് കണക്ട് ചെയ്യാം. അതിനായിട്ട് ഔട്ട് Y0 ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ലൈറ്റിലേക്കാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കമ്പൈൽ ചെയ്യാം. അതുപോലെ കോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ PLCയിലേക്ക് അപ്ലോഡ് ചെയ്യുവാണ്. അതുപോലെ നമുക്ക് ഓൺലൈനിലേക്ക് ഒന്ന് വരാം. അപ്പൊ ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ റൺ മോഡിലാണ്. അപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും ഞാൻ ഈ ടൈമറിലെ ഗ്രീൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കാണാൻ പറ്റും ടൈമറിന്റെ ടൈം കൂടുന്നുണ്ട്. അതായത് 5 സെക്കൻഡ് വരുമ്പോൾ എന്റെ ഔട്ട്പുട്ട് അതിലൂടെ കാണാൻ പറ്റും ഗ്രീൻ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പ്രസ് ചെയ്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു പുഷ് ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഹോൾഡിംഗ് സർക്യൂട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നിങ്ങൾക്കറിയാം ടൈമർ ഇവിടെ വർക്ക് ആവുന്നുണ്ട്. അതുപോലെ ഈ ടൈമർ വർക്ക് ആയതിനു ശേഷം, അത് ടൈം കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, T0 എന്ന് പറഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഔട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നോർമൽ ടൈമർ ഇങ്ങനെയാണ്. ഇതിൽ നിന്ന് ഡിഫറെന്റ് ആണ് നമ്മുടെ എന്താ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കോണ്ടാക്ട് ടൈപ്പ് ടൈമർ. അതിന് നമുക്ക് ഇതുപോലെ T0 എന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാലോ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യണേ എന്നുള്ളത്. അതിനായിട്ട് നമുക്ക് ഓഫ്ലൈനിലേക്ക് പോകാം. ഓഫ്ലൈനിൽ പോയതിനു ശേഷം ഈ ഒരു എൻഡ് പോർഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സെയിം പുഷ് ബട്ടൺ ഉപയോഗിച്ച് X0 പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കോണ്ടാക്ട് ടൈപ്പ് ടൈമറിലേക്ക് നമുക്ക് കണക്ഷൻസ് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ മുകളിലുള്ള ടൈമർ, നോർമൽ ടൈമർ, ഈ ഒരു ടൈമർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ LDX0 സെയിം പുഷ് ബട്ടൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ ഒരു പ്രസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ടൈമർ ഒരേപോലെ വർക്ക് ചെയ്യും. അതുപോലെ ഇവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ടൈമർ. അതിനായിട്ട് നമുക്ക് ATMR സ്പേസ്, അതുപോലെ ഒന്നാമത്തെ ടൈമർ. ഓക്കെ, അതിനുശേഷം K 5 സെക്കൻഡ് 50 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ കോണ്ടാക്ട് ടൈപ്പ് ടൈമറിന്റെ കോഡ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്
ഔട്ട് ഞാൻ y1 ആണ് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ y0 എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്, y1 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നോർമൽ ടൈമർ ആകുമ്പോൾ ഇതുപോലെ ടൈമർ എന്നൊക്കെ എഴുതിയതിനു ശേഷം എന്നോ കോൺടാക്ട് എടുത്ത് അതിനുശേഷം ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യണം. കോൺടാക്ട് ടൈപ്പ് ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിം പുഷ് ബട്ടൺ ഇവിടെ കണക്ട് ചെയ്യുക, ടൈമറിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ ടൈമറിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് y1ലേക്ക്. ഓക്കെ, അതുപോലെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അതിനായിട്ട് ഞാൻ കോഡ് ചെയ്തിട്ടുണ്ട്. കോഡ് ചെയ്തതിനു ശേഷം നമുക്ക് PLCയിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ഓൺലൈനിൽ വരാം. ഇപ്പൊ ഞാനിവിടെ ഈ പുഷ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുവാണ്. ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ടൈമറും സെയിം ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 5 സെക്കൻഡ് കഴിയുമ്പോൾ രണ്ട് ടൈമറും ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലായി. വേറെ ഒരു എന്നോ കോൺടാക്ട് നമ്മൾ സെപ്പറേറ്റ് ലൈനിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ടൈമർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമറിന്റെ എന്നോ കോൺടാക്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഒന്നുകൂടെ ഞാൻ റിലീസ് ചെയ്യുവാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും നോർമൽ ടൈമറും അതുപോലെ കോൺടാക്ട് ടൈപ്പ് ടൈമറും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പ്രോഗ്രാം ചെയ്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ടൈപ്പ് ടൈമറൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളിപ്പോൾ കോൺടാക്ട് ടൈപ്പ് ടൈമർ ആണല്ലോ ഉപയോഗിച്ചത്, അതിന് ATMR എന്നാണല്ലോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു ഡോട്ടിൽ നമ്മൾ പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ATMR. ഇവിടെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ATMR. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ മാർക്കിൽ പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 16 ബിറ്റ് കോൺടാക്ട് ടൈപ്പ് ടൈമറിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫുൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നോർമലി എന്നോ കോൺടാക്ട് ആയിരിക്കും ഈ കോൺടാക്ട് ടൈപ്പ് ടൈമറിന്റെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബേസിക് ഇൻസ്ട്രക്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഇവിടെയുണ്ട് നമ്മുടെ ATMR, അതുപോലെ അതിന്റെ API നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്പൺ ചെയ്ത് ഈ ഫംഗ്ഷൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ PLC മൊഡ്യൂൾ ഇല്ല, നമുക്കപ്പോൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് റൺ ചെയ്ത് നോക്കാൻ പറ്റും. അതിനായിട്ട് ഇവിടെ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഫംഗ്ഷൻസ് ഉണ്ട്. ഇത് സിമുലേറ്റർ ആണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, PLCയിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ഓൺലൈൻ മോഡ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ റൺ PLC കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റൺ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഈ X0 പുഷ് ബട്ടൺ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ഓൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈമർ വർക്ക് ആവുന്നുണ്ട്. അതുപോലെ നമ്മുടെ 5 സെക്കൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടൈമറിന്റെ അവിടെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ അതായത് സിമുലേറ്റർ ഉപയോഗിച്ചിട്ടും നിങ്ങളുടെ കയ്യിൽ മൊഡ്യൂൾ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയും ചെയ്ത് പഠിക്കാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് കോൺടാക്ട് ടൈപ്പ് ടൈമർ, അതുപോലെ അത് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, എങ്ങനെ ലാഡർ ലോജിക് പ്രോഗ്രാം ചെയ്യാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.